പ്രിയപ്പെട്ട +1 തുല്യതാ പഠിതാക്കളെ, സമയക്കുറവും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും തുല്യതാ പഠിതാക്കളെ പലപ്പോഴും ബാധിക്കാറുണ്ട്. പഠനം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ഈ ഒരു പ്രശ്നം പരമാവധി പരിഹരിക്കാനായി നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളും പരീക്ഷയ്ക്ക് വേണ്ട ഭാഗങ്ങളും വളരെ സിമ്പിളായി അവതരിപ്പിക്കുകയാണിവിടെ. നിങ്ങൾ പഠിക്കാൻ നല്ല കഴിവുള്ളയാളാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തീരെ ചെറിയ ഈസിയായി പഠിക്കാവുന്ന നോട്ടുകളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ഓരോ പാഠവും പലതവണ കേട്ടും വായിച്ചും എഴുതിയും പഠിക്കുക. പലതവണ ചെയ്ത് തനിയെ എഴുതാൻ പറ്റുന്ന തരത്തിൽ ഉറപ്പിക്കുക. ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ കഥ. നമുക്ക് നോട്ടിലേക്ക് കടക്കാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് റിട്ടൺ ബൈ ഹെലൻ കെല്ലർ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എഴുതിയിരിക്കുന്നത് ഹെലൻ കെല്ലർ ആണ്. ഇറ്റ് ഈസ് ഹെർ ഓട്ടോബയോഗ്രഫി. ഇത് അവളുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫി എന്നാൽ ആത്മകഥ എന്നാണ് അർത്ഥം. ഇത് അവളുടെ ആത്മകഥയാണ്. ഷീ വാസ് ബോൺ ഓൺ ജൂൺ 27, 1880. അവൾ ജനിച്ചത് 1880 ജൂൺ 27-നാണ്. ഷീ ലിവ്ഡ് ഇൻ എ ടൈനി ഹൗസ്. അവൾ ജീവിച്ചത് അല്ലെങ്കിൽ അവൾ താമസിച്ചത് ഒരു ടൈനി ഹൗസിലാണ്, ഒരു ചെറിയ വീട്ടിലാണ്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. There was a beautiful garden around the house. There was ഉണ്ടായിരുന്നു, എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഒരു മനോഹരമായ പൂന്തോട്ടം, എറൗണ്ട് ദ ഹൗസ് ആ വീടിന് ചുറ്റും, ആ വീടിന് ചുറ്റും ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഷീ ലവ്ഡ് ദ പ്ലേസ് വെരി മച്ച്. ഷീ ലവ്ഡ് അവൾക്ക് ഇഷ്ടമായിരുന്നു, ദ പ്ലേസ് ആ സ്ഥലം, വെരി മച്ച് വളരെയധികം. ഷീ ഹാഡ് നോ പ്രോബ്ലം ഫോർ 19 months. അവൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഫോർ 19 months 19 മാസക്കാലം, ആദ്യത്തെ 19 മാസം അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ദെൻ ദി ഇൽനെസ് കെയിം. അപ്പോഴാണ് ആ രോഗം വന്നത്, അപ്പോഴാണ് ആ അസുഖം വന്നത്. ദ ഡോക്ടർ തോട്ട് ഷീ കുഡ് നോട്ട് ലീവ്. ദ ഡോക്ടർ തോട്ട് ഡോക്ടർ ചിന്തിച്ചത് അല്ലെങ്കിൽ കരുതിയത് ഷീ കുഡ് നോട്ട് ലീവ് അവൾ ജീവിച്ചേക്കില്ല എന്നാണ്. അതായത് അവൾ മരിച്ചു പോയേക്കാം എന്നാണ് ഡോക്ടറിന് തോന്നിയത്. ദി ഇൽനെസ് ലെഫ്റ്റ്. ദി ഇൽനെസ് ആ രോഗം ലെഫ്റ്റ് വിട്ടുപോയി. ബട്ട് ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ്. ബട്ട് എന്നാൽ
ഷീ ലോസ്റ്റ് അവൾക്ക് നഷ്ടമായി. ഹെർ സൈറ്റ് അവളുടെ കാഴ്ചയും ആൻഡ് ഹിയറിംഗ് കേൾവിയും. ദെൻ ഹെർ ടീച്ചർ കെയിം ടു ഹെർ അപ്പോൾ അവളുടെ ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നു. ഇറ്റ് ചേഞ്ച്ഡ് ഹെർ ലൈഫ് അത് അവളുടെ ജീവിതം തന്നെ ചേഞ്ച് ചെയ്തു, മാറ്റിമറിച്ചു. ഇത്രയുമാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട്. നിങ്ങൾ വീണ്ടും കേട്ട് ഒപ്പം വായിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തേത് ഒരു കവിതയാണ്. എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാൻ പഠിക്കുന്നു. ഇതാണ് കവിതയുടെ പേര്. നമുക്ക് നോട്ട് നോക്കാം. എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് ഈസ് എ പോയം ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്നത് ഒരു പോയമാണ്, ഒരു കവിതയാണ്. ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. മാർഗരറ്റ് ആറ്റ്വുഡ് എഴുതിയ ഒരു കവിതയാണ് എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഇറ്റ് ഷോസ് എ വുമൺ. ഇത് കാണിക്കുന്നത് ഒരു സ്ത്രീയെയാണ്. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയെയാണ്. ഷീ ഈസ് ബെയർഫുട്ട്. അവൾ ബെയർഫുട്ടാണ്, നഗ്നപാതയാണ്, അതായത് അവൾക്ക് ചെരുപ്പില്ല. ഷീ ഈസ് സ്ക്വാറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്. ഷീ ഈസ് സ്ക്വാറ്റിംഗ് അവൾ കുത്തിയിരിക്കുകയാണ്. ഓൺ ദ ഗ്രൗണ്ട് എവിടെയാണ്? ഗ്രൗണ്ടിൽ. ഇറ്റ് ഈസ് നോട്ട് ഗ്രേസ്ഫുൾ. അത് അത്ര മനോഹരമല്ല. അവളുടെ ഇരിപ്പ് കണ്ടാൽ വലിയ ചന്തമൊന്നും ഇല്ല. ഷീ മേ ബി 30. അവൾക്ക് 30 വയസ്സ് കാണും. അവൾക്ക് 30 വയസ്സുണ്ടാകും. ബട്ട് ഷീ ലുക്സ് ഓൾഡ്. എന്നാൽ അവളെ കണ്ടാൽ പ്രായം തോന്നും. ഹെർ ഫേസ് ഈസ് ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. അവളുടെ മുഖം ലൈൻഡാണ്, ക്രാക്ഡാണ്. അവളുടെ മുഖം വരകൾ വീണതും വിണ്ട് കീറിയതുമാണ്. സോ ആർ ഹെർ ഹാൻഡ്സ്. അങ്ങനെ തന്നെയാണ് അവളുടെ കൈകളും. അതായത് അവളുടെ കൈകളും വരകൾ വീണ് വിണ്ട് കീറിയതാണ്. ഷീ റൈറ്റ്സ് ഇൻ വെറ്റ് ഡേർട്ട്. ഷീ റൈറ്റ്സ് അവൾ എഴുതുന്നു. എവിടെയാണ്? ഇൻ വെറ്റ് ഡേർട്ട് നനഞ്ഞ മണ്ണിൽ, നനഞ്ഞ ചെളിയിൽ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അവളത് എഴുതി കഴിഞ്ഞു. ഇറ്റ് ഈസ് ഹെർ ഫസ്റ്റ് വേർഡ്. ഇത് അവളുടെ ആദ്യത്തെ വാക്കാണ്. അവൾ ആദ്യമായി എഴുതുന്ന വാക്കാണ്. ഇറ്റ് ഈസ് ഹെർ നെയിം. ഇത് അവളുടെ പേരാണ്. ഇറ്റ് ഷോസ് ഹോപ്പ്. അത് കാണിക്കുന്നത് ഹോപ്പാണ്, പ്രതീക്ഷയാണ്. പ്രതീക്ഷയെ കാണിക്കുന്ന പേരാണ് അവളുടേത്. ദിസ് ടൈം ഷീ ഈസ് ഹാപ്പി. ഇത്തവണ അവൾ ഹാപ്പിയാണ്. ഇപ്രാവശ്യം അവൾ സന്തോഷത്തിലാണ്. ബിക്കോസ് ഷീ ഈസ് സക്സസ്ഫുൾ. കാരണം അവൾ വിജയിച്ചിരിക്കുന്നു. അവൾ എഴുതുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഇനി കവിതയുമായി ബന്ധപ്പെട്ട ഒരു 3 സെൻറ്റൻസുകൾ കൂടി. ഏത് കവിതയുമായി ബന്ധപ്പെട്ടും നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിമ്പിൾ. ഈ കവിതയുടെ ലാംഗ്വേജ്, ഭാഷ വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ.
എന്നാൽ അത് പവർഫുള്ളുമാണ്, ശക്തമായതുമാണ്. ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ പോയം. ഓൺ ദ ഹോൾ മൊത്തത്തിൽ നോക്കിയാൽ, ഇറ്റ് ഈസ് എ ഫൈൻ പോയം ഇതൊരു മികച്ച കവിതയാണ്. ഇത്രയുമാണ് എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്ന കവിതയുടെ നോട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ പാലത്തിൻ്റെ കഥ. നോട്ട് നോക്കുക. ജോൺ റോബ്ലിംഗ് വാസ് ആൻ എഞ്ചിനീയർ. ജോൺ റോബ്ലിംഗ് ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഹി വാണ്ടഡ് ടു ബിൽഡ് എ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഹി വാണ്ടഡ് അയാൾ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചു. ടു ബിൽഡ് എ സസ്പെൻഷൻ ബ്രിഡ്ജ് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ. എന്താണ് സസ്പെൻഷൻ ബ്രിഡ്ജ്? തൂക്കുപാലം. ഒരു തൂക്കുപാലം പണിയുവാൻ അയാൾ ആഗ്രഹിച്ചു. ഇറ്റ് വുഡ് കണക്ട് ന്യൂയോർക്ക് വിത്ത് ലോങ് ഐലൻഡ്. ഇറ്റ് വുഡ് കണക്ട് ഇത് കണക്ട് ചെയ്യും. ന്യൂയോർക്ക് വിത്ത് ലോങ് ഐലൻഡ് ന്യൂയോർക്കിനെ ലോങ് ഐലൻഡുമായി ഇത് കണക്ട് ചെയ്യും. ഈ പാലം കണക്ട് ചെയ്യും, ബന്ധിപ്പിക്കും. ഓൾ റിജക്റ്റഡ് ഹിസ് ഐഡിയ. എല്ലാവരും അയാളുടെ ഐഡിയ റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. ബട്ട് ഹിസ് സൺ വാഷിങ്ടൺ സപ്പോർട്ടഡ് ഹിം. എന്നാൽ ഹിസ് സൺ അയാളുടെ മകൻ വാഷിങ്ടൺ സപ്പോർട്ടഡ് ഹിം അയാളെ സപ്പോർട്ട് ചെയ്തു. ദേ മെയ്ഡ് പ്ലാൻസ് അവർ പ്ലാൻ ഉണ്ടാക്കി. ദസ് ദ വർക്ക് ബിഗാൻ ഓൺ ജാനുവരി 3, 1870. ദസ് അങ്ങനെ, ദ വർക്ക് ബിഗാൻ പണി തുടങ്ങി. ഓൺ ജാനുവരി 3, 1870 1870 ജനുവരി 3. ബട്ട് ആൻ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ദെയർ. ബട്ട് എന്നാൽ ഒരു ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് നടന്നു, ഉണ്ടായി. ദെയർ അവിടെ, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഇറ്റ് ടുക്ക് ജോൺസ് ലൈഫ്. ഇത് ജോണിൻ്റെ ജീവനെടുത്തു. നൗ വാഷിങ്ടൺ വാസ് ഇൻ ചാർജ്. ഇപ്പോൾ വാഷിങ്ടണിനായി ചാർജ്, അതായത് മേൽനോട്ടം, ഉത്തരവാദിത്തം വാഷിങ്ടണിൻ്റെ മുകളിലായി. ബട്ട് ഹീ ടു ഹാഡ് ആൻ ഇഞ്ചറി. എന്നാൽ അയാൾക്കും ഒരു ഇഞ്ചുറി ഉണ്ടായി, അയാൾക്കും ഒരു പരിക്ക് പറ്റി. ആൻഡ് ഹീ കുഡ് നോട്ട് വാക്ക് ഓർ ടോക്ക്. ഹീ കുഡ് നോട്ട് അയാൾക്ക് കഴിഞ്ഞില്ല, വാക്ക് നടക്കാൻ, ഓർ ടോക്ക് സംസാരിക്കാൻ, നടക്കാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. ദസ് ദ വർക്ക് സ്റ്റോപ്ഡ്. ദസ് അങ്ങനെ പണി സ്റ്റോപ്പായി, നിന്നു. ബട്ട് ഹീ ഡിഡ് നോട്ട് ഗീവ് അപ്പ്. എന്നാൽ അയാൾ ഗീവ് അപ്പ് ചെയ്തില്ല, അയാൾ വിട്ടുകൊടുത്തില്ല. ഹിസ് വൈഫ് എമിലി ഹെൽപ്ഡ് ഹിം. അയാളുടെ ഭാര്യ എമിലി അയാളെ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു. ഹീ കമ്മ്യൂണിക്കേറ്റഡ് ബൈ ടാപ്പിംഗ് ഓൺ ഹെർ ആം. ഹീ കമ്മ്യൂണിക്കേറ്റഡ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ആശയവിനിമയം നടത്തി, കാര്യങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ്? ബൈ ടാപ്പിംഗ് ഓൺ ഹെർ ആം. അവളുടെ ആമിൽ ടാപ്പ് ചെയ്തുകൊണ്ട്, അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട്, കയ്യിൽ വിരലുകൊണ്ട് തട്ടി തട്ടി കാര്യങ്ങൾ പറഞ്ഞു. ദ വർക്ക് റീസ്റ്റാർട്ടഡ്.
പണി വീണ്ടും തുടങ്ങി. ഇറ്റ് ടുക്ക് അനദർ 11 years. ഇറ്റ് ടുക്ക് എടുത്തു, അതെടുത്തു, അതിനെടുത്തു. അനദർ 11 years മറ്റൊരു 11 കൊല്ലം കൂടി എടുത്തു, മറ്റൊരു 11 വർഷം കൂടി എടുത്തു. ഫൈനലി ദ ബ്രിഡ്ജ് വാസ് കംപ്ലീറ്റഡ്. അവസാനം ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്തു, പൂർത്തിയാക്കി, പാലം പൂർത്തിയായി. ഇറ്റ് വാസ് ഓപ്പൺഡ് ഇൻ മെയ് 1883. ഇറ്റ് വാസ് ഓപ്പൺഡ് അത് തുറന്നു കൊടുത്തു. എന്നാണ്? ഇൻ മെയ് 1883 1883 മെയ് മാസം. ഇതാണ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന പാഠത്തിൻ്റെ ചുരുക്കം. ഇവിടെ നമ്മൾ ആദ്യ യൂണിറ്റിലെ 3 പാഠങ്ങളുടെ തീരെ ചെറിയ നോട്ടുകളാണ് കണ്ടത്. ഈ നോട്ടുകൾ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതിനായി നിങ്ങൾക്ക് എത്ര തവണ കേൾക്കണമോ അത്ര തവണ കേൾക്കുകയും എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും എഴുതി പഠിക്കുകയും ചെയ്യുക. ഇനി അടുത്ത യൂണിറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.